പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാപങ്ങളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തെ തൊടുവാൻ ഇടയായിത്തീരും. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആർക്കെങ്കിലും ഉണ്ടോ? ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ളവർ? അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മളെ സഹായിക്കും കൊണ്ട് മാത്രമല്ല കൊണ്ടും നമ്മളെ സ്നാനം അന്യഭാഷയുടെ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ പറയാൻ ഇടയായി തീർന്നു. അപ്പം അന്യഭാഷ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുവാൻ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും ഓർത്താൽ മതി. കർത്താവിൻ്റെ വചനം, ഞാനൊരു വാക്യം വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ, യോഹന്നാൻ 6:28 യേശുവിനോട് ചോദിക്കുകയാണ്. അവർ അവനോട് ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസത്തെ ഒരു പ്രവൃത്തിയായിട്ട് ബൈബിൾ കാണിക്കുന്ന ഒരു ഭാഗമാണിത്. വിശ്വാസത്തെ ഒരു പ്രവൃത്തിയായി. വിശ്വാസം ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല, അല്ലേ? പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നതോ നിങ്ങൾ എന്തിനേലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഒരു ആയാസത്തെയാണ് നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നും അറിയാത്തവരാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നുമാറ് ചില സംസാരങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഇവർ പറയുന്നുണ്ട് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. 2, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഞങ്ങളോട് പറയണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവരൊന്നും അറിയാത്തവരല്ല. യഹൂദൻ ആയി ജനിച്ചു വളർന്ന ആളുകളാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഈ കാണുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, മോശയിൽ എഴുതപ്പെട്ട 5 പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിച്ച് 13-ാമത്തെ വയസ്സിൽ 14-ാമത്തെ വയസ്സിൽ ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും കാണാപ്പാഠം പറയുവാൻ തക്കവണ്ണം ഇത് മുഴുവനും ഈ 4 അധ്യായങ്ങളും പഠിച്ച് ഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് യഹൂദൻ്റെ തലമുറ. അപ്പം ഇവർക്ക് ദൈവഹിതമറിയാം, ദൈവത്തിൻ്റെ പ്രസാദമറിയാം, യാഗങ്ങളെപ്പറ്റി അറിയാം, ആരാണ് ദൈവമെന്നറിയാം, ആരാണ് അബ്രഹാം എന്നറിയാം, പിതാക്കന്മാരെ അറിയാം, ആലയത്തെപ്പറ്റി അറിയാം, യാഗമൃഗത്തെപ്പറ്റി അറിയാം. ഇതെല്ലാം അറിയാവുന്നൊരു തലമുറയാണ് യഹൂദ തലമുറ. പക്ഷെ ഇവർ പിന്നെയും ചോദിക്കുക, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പം ഇവർക്ക് പ്രാർത്ഥന അറിയാം. ഞാൻ പറഞ്ഞല്ലോ, യഹൂദൻ്റെ സമ്പ്രദായ പ്രകാരം രാവിലെ ഒരു 3 മണി മുതൽ അവരുടെ സിനഗോഗുകളിൽ പ്രാർത്ഥന ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് എനിക്കറിയത്തില്ല ആ കാലഘട്ടം. ഇന്ന് യെരുശലേം ദേവാലയം ഇല്ല. യെരുശലേം ദേവാലയത്തിൽ 3 മണി മുതൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുവാൻ കൂടുമായിരുന്നു. അപ്പോൾ ഓരോ ടീം ബാച്ചുകളായിട്ട് ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഇവർ ചുമ്മാ പ്രാർത്ഥിക്കുവല്ല, ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കുവല്ല, അവർ വചനത്തെ ഉരുവിട്ട് ന്യായപ്രമാണത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്യുന്ന ഒരു തലമുറ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയാം.
2, എന്താണ് വിശ്വാസം? വിശ്വാസവീരന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും മോശേനെയും അങ്ങനെയുള്ള സകലരെയും അറിയാവുന്ന ആളുകളാണ് യഹൂദന്മാർ. പിന്നെയും ചോദിക്കുക, കർത്താവേ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, യേശു ക്രിസ്തു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആത്മമണ്ഡലം, ക്രിസ്തു ഉപയോഗിക്കപ്പെടുന്ന ഒരു ആത്മമണ്ഡലം ഇവർ കണ്ടും കേട്ടും പഠിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ്. യേശു ഓപ്പറേറ്റ് ചെയ്യുന്ന തലങ്ങൾ നിങ്ങൾ നോക്കിക്കേ. കർത്താവായ യേശു ക്രിസ്തു ഒരു മരിച്ച വീട്ടിൽ വന്നാൽ പോലും, ഏത് സ്ഥലത്ത് വന്നാൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് ചില കാര്യങ്ങളോട് കൽപ്പിക്കുമ്പോൾ പിശാചുക്കൾ പോലും ഓടിപ്പോകുന്നു. അപ്പം ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രത്യേകത. അവിടെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഗുരുക്കന്മാരെ പോലെ അല്ല, ഞങ്ങളുടെ ശാസ്ത്രിമാരെ പോലെ അല്ല യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും പ്രവൃത്തികളും. അധികാരത്തോടെ ശുശ്രൂഷിക്കുന്നു. അത് അവരിൽ വലിയ അതിശയമുണ്ടാക്കി. അപ്പം ഇവർക്ക് വലിയൊരു ആഗ്രഹം, ഇതെങ്ങനെ ഓപ്പറേറ്റർ ആകുന്നു, എങ്ങനെ ഇത് സംഭവിക്കും. നമ്മൾ പലപ്പോഴും എങ്ങനെയെങ്കിലും വിഷയത്തിൽ നിന്നൊരു അനുഗ്രഹം കിട്ടണമെന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആരെ പിടിച്ചാൽ ഒരു ഊര് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നു അല്ലേ. എവിടെയെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അനുഗ്രഹം കിട്ടണം. പക്ഷേ ഇവരുടെ രീതി വേറെയാണ്. ഇവർക്ക് ഇതെങ്ങനെയാണ് ദൈവപ്രവൃത്തി ഞങ്ങളിലേക്ക് ഉണ്ടാകുന്നത്? ഈ ഓടി നടക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവാത്മാവിൽ അത് സംഭവിക്കുന്നതെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഈ കൂട്ടർ. അപ്പം ഇവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി ഇതാണ്, കർത്താവേ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, യേശു അവരോട് 29-ാം വാക്യം യോഹന്നാൻ 6:29, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ ദൈവം അയച്ചവരിൽ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം യേശുവിനെ വിശ്വസിക്കുന്നതിന് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ഇപ്പം നിങ്ങൾക്കറിയാം, പ്രസാദമുള്ള പ്രവൃത്തി നമ്മുടെ നാട്ടിലൊക്കെ ഈ മതങ്ങളുടെ കർമ്മങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ പലപ്പോഴും ചിലർ പറയത്തില്ലേ, ഇന്ന ആൾക്കൊരു നേർച്ച നേർന്നു കഴിഞ്ഞാൽ കാര്യം സാധിക്കും. അപ്പം നേർച്ച നേർന്ന് എന്ത് ചെയ്യണം? ചിലപ്പം ഒരു ചാക്ക് മെഴുകുതിരി ആയിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇതിനെല്ലാം കാശ് മുടക്കണം അല്ലേ. കാശ് മുടക്കി ഇതെല്ലാം മേടിച്ച് എന്തുമായിക്കോട്ടെ നമ്മളൊരു കാര്യം അവിടെ കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ വേണ്ടി നമ്മുടെ പൈസ മുടക്കുണ്ട്, നമ്മുടെ അധ്വാനമുണ്ട്, നമ്മുടെ യാത്രയുണ്ട്, നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം ഒരു പ്രവൃത്തിയാണ് അല്ലേ. എന്നാൽ ബൈബിൾ പറയുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ ദൈവപ്രസാദം നിങ്ങളിലേക്ക് വരുന്നു. എന്താണ് ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ? ദൈവത്താൽ അംഗീകരിക്കപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുവാന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുക. ഇനിയിപ്പം എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എറണാകുളത്തും കൊല്ലത്തും ഇവിടെയൊക്കെ മീറ്റിംഗ് നടന്നപ്പം, കോട്ടയത്തൊക്കെ മീറ്റിംഗ് നടന്ന സമയത്ത് എൻ്റെ മനസ്സ്, ഞാനിവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വലിയ ഭാരം, കർത്താവേ, കാര്യം ആളുകൾ എത്ര പേര് വരും നമുക്കറിയത്തില്ല. ഇങ്ങനെ നിങ്ങൾ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. ഹോളുകളൊക്കെ വിശ്വാസാൽ ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത, അവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? കാര്യം വെച്ചാൽ സൗണ്ടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതിൻ്റെ ക്രമീകരണങ്ങളുണ്ട്, ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ വലിയ ഭാരമായിരുന്നു. പക്ഷേ അവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി തോന്നുന്നു. കാര്യം നമ്മുടെ സഹോദരന്മാരെല്ലാം വളരെ ആക്റ്റീവായിട്ട്, എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് കസേര ഇടാൻ വേണ്ടി തലേദിവസം വന്നപ്പോൾ തന്നെ നമ്മുടെ വർഗീസ് ബദലൊക്കെ പറയാനിടയായി തീർന്നു, ഒരു കസേര ഇടണ്ട ബ്രദറെ, അത് മുഴുവനും എന്ത് ചെയ്തോളൂ. അപ്പം ഞാൻ ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ അതുപോലും സമ്മതിച്ചില്ല. പിറ്റേ ദിവസമാണെങ്കിലും സഹോദരങ്ങളെല്ലാം, ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ സഹോദരങ്ങളും, ഞാൻ പേരെടുത്ത് എപ്പോഴും എടുത്ത് പറയാത്തത് ഇനി പേരുകൾ വിട്ടുപോയാലൊരു സംശയം. അപ്പോൾ എല്ലാ സഹോദരങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളത് കോർഡിനേറ്റ് ചെയ്യുകയും, എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല. സ്റ്റേജിൽ കയറി ശുശ്രൂഷിക്കുക, പോകുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഭാരവും ഒരു ടെൻഷനും ഞാൻ അനുഭവിച്ചില്ല. എല്ലാം ഏറ്റവും ഭംഗിയായി സഹോദരങ്ങൾ, നമ്മുടെ ഇടയിൽ തന്നെയുള്ള സഹോദരങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ചെയ്തു. അപ്പോൾ എനിക്ക് വലിയൊരു പ്രസാദമായിരുന്നത്, എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെയും നിങ്ങളുടെ ഇടയിലേക്ക് വരുവാനും നിങ്ങളോട് സംസാരിക്കുവാനും ഒക്കെ പിന്നെയും നമുക്കൊരു സന്തോഷമുണ്ടാകും. ഇത് തന്നെയാണ്, യേശുവിനെ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയാണ്. ഏത് പ്രതികൂലത്തിൻ്റെ അകത്തും വിളിച്ചു പറഞ്ഞ എൻ്റെ യേശു എന്നെ രക്ഷിക്കും, ഇത് ദൈവത്തെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ദൈവം വിഷമിക്കുന്നുവെങ്കിൽ, ഞാൻ ഏത് ഭാരത്തിലും എൻ്റെ യേശു എന്നെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് പറയുമ്പോൾ ദൈവപ്രസാദം നിങ്ങളുടെ മേൽ ഉദിക്കുന്നു. ദൈവപ്രസാദം വന്നാലുള്ള ഗുണം എന്നാണെന്നറിയാവോ? പ്രതികൂലത്തിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ദൈവത്തിന് സന്തോഷമുള്ള, പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പറയത്തില്ലേ, പ്രീതിപ്പെടുത്തുക എന്ന് പറയാറില്ലേ നമ്മുടെ ഒരു ഭാഷയിൽ, പ്രീതിപ്പെടുത്തുക. ദൈവത്തിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യം ബൈബിൾ പറയുന്നു, യേശുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ.
അപ്പൊ കർത്താവിലുള്ള വിശ്വാസത്താൽ എന്താ സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളത്തിൽ ദൈവപ്രസാദം വെളിപ്പെട്ടു വരുന്നു. ആമേൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ശിഷ്യന്മാർ ചോദിച്ച, കർത്താവേ, ഞങ്ങൾ സാധാരണ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ പലതും കാണാതെ വരുമ്പോൾ ക്രിസ്തു യേശു വളരെ വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് പറ്റത്തില്ല. കാര്യം മോശ ഞങ്ങളെ പഠിപ്പിച്ചത് യജമാനനായ ദൈവം എന്ന, ലോർഡ്, യഹോവയായ ദൈവം. അപ്പം ഇങ്ങനെ പറഞ്ഞ് പഠിച്ചൊരു തലമുറയുടെ ഇടയിലേക്ക് യേശു അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുക. വ്യത്യാസം മനസ്സിലായോ? ഇതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ ബൈബിളിൽ പല പ്രാർത്ഥനകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അന്യഭാഷയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറയാനിടയായി തീർന്നു. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അന്യഭാഷാ വരം പ്രാർത്ഥിക്കണം. വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി വിശ്വസിക്കണം, നന്മ ലഭിക്കുമെന്ന് വിശ്വസിക്കണം. എന്നാൽ അതിനേക്കാൾ ഉപരി ബ്രദറെ, കർത്താവ് എനിക്ക് അന്യഭാഷാ വരം വേണം, ഒരു വാക്കേ കിട്ടിയുള്ളെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ഈ അന്യഭാഷാ പ്രാർത്ഥനകളിലൊക്കെ എനിക്കിത് പഠിപ്പിക്കാൻ പലരും ചോദിക്കും, ബ്രദറെ എന്നെ ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നിങ്ങളെ തത്ത പഠിപ്പിക്കുന്ന പോലെ പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. ദൈവാത്മാവിനാൽ നിങ്ങളുടെ ഉള്ളത്തിൽ അത് വരണം. ദൈവാത്മാവ് വരണമെങ്കിൽ നമുക്കൊരാഗ്രഹത്തോടെ, എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ആഗ്രഹമുള്ളവനെ ദൈവം നിറയ്ക്കും. നിങ്ങൾ നോക്കിയേ, എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്തത്? അവർ പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യരും, അവരെപ്പറ്റി പറയുന്നു ബലഹീനരും കുലഹീനരും ഏതുമില്ലാത്തവരും നികൃഷ്ടന്മാരുമായിരുന്നു. എൻ്റെ അർത്ഥം, നമ്മുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരെ കൊണ്ട് വലിയ യൂസ് ഒന്നുമല്ല, യൂസ്ലെസ് ആയിരുന്നു. യൂസ്ലെസ്, ഉപയോഗിക്കുവാൻ കൊള്ളാവുന്നവരല്ലായിരുന്നു. പേടിത്തൊണ്ടന്മാരായിരുന്നു, വിദ്യാഭ്യാസം കുറവുള്ളവരായിരുന്നു, കഴിവ് കുറവുള്ളവരായിരുന്നു, ധൈര്യമില്ലാത്തവരായിരുന്നു. അങ്ങനെ ഒത്തിരി കുറവുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ യേശു കണ്ടൊരു ക്വാളിറ്റി എന്നാന്ന് പറയും, വലിയ ആഗ്രഹമുള്ളവരാണ്. ജനിച്ചതും വളർന്നതൊരു മീൻപിടുത്തക്കാരെ കുടുംബത്തിൽ, അതിനെ അപ്പുറം ഒരു ലോകമില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ രാത്രി മുഴുവൻ അധ്വാനിക്കുക, അപ്പോൾ പകൽ കിടന്ന് ഉറങ്ങുന്നു, പിന്നെയും പോകുന്നു, ഇങ്ങനൊരു ലൈഫ് സ്റ്റൈലിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ അപ്പുറം ഒരു ലോകമില്ല. പക്ഷേ യേശു ക്രിസ്തു നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങിയില്ലേ? കണ്ടോ? ചാടി ഇറങ്ങിയത് കണ്ടോ? ഇതാ കർത്താവിന് ഇഷ്ടപ്പെട്ടത്. എന്നെ കൊണ്ടൊക്കെ എന്നാ ചെയ്യാനാ? ഞങ്ങൾക്കാണ് വലിയ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറഞ്ഞു, അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും എന്ന് കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ അറിയാം. നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞല്ലോ, ബ്രദറെ എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് വലിയ പ്രാപ്തിയൊന്നും, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും വിദ്യാഭ്യാസം കുറവും, ഇനി എൻ്റെ കുടുംബക്കാർ തന്നെ പറയുന്നു എനിക്ക് വലിയ വിവരവും ബോധമൊന്നുമില്ല, എനിക്ക് അതിനുള്ള പ്രാപ്തിയൊന്നുമില്ല. ഇങ്ങനെയായിരുന്നു ശിഷ്യന്മാരുടെ അവസ്ഥയും. ബൈബിള് പറയുന്നത് ഞാൻ പറയുന്നതല്ല. പക്ഷെ അവർ വിട്ടുകൊടുത്തില്ല. അവർ യേശു പറഞ്ഞതിനെ ആഗ്രഹത്തോടെ ഇറങ്ങി. അപ്പം അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ സൈൻ, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹമുണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബൈബിൾ പ്രകാരം എനിക്ക് അനുഗ്രഹം ഉണ്ടാകണം. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും. പല ആൾക്കാരുടെയും കുഴപ്പമുണ്ട്, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ജീവിതമൊക്കെ ഒന്ന് ശരിയായ മതി. അതിങ്ങനെ വരരുതേ. പ്രതീക്ഷയോടെ, ഉറപ്പോടെ, ബലത്തോടെ നിങ്ങളുടെ ഉള്ളത്തിൽ അത് നിറയണം. ഇല്ല, എനിക്ക് എൻ്റെ ജീവിതം മാറണം, ബൈബിളിൽ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എനിക്ക് വരണം. നമ്മൾ പലപ്പോഴും ബൈബിളിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പഠിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പഠിപ്പിച്ചേക്കുന്നതിൻ്റെ കുഴപ്പം ഇതാണ്: കണ്ണുനീരും നിരാശയും ദുഃഖവും പ്രതിസന്ധിയും നിന്ദയും പാകയും ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് പലരും പഠിപ്പിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ശരിക്കും ഇതല്ല ദൈവം വച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ ദുഃഖം സന്തോഷമാകും, നമ്മുടെ വേദനകൾ സൗഖ്യമാകും. സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടാകും. അപ്പം എൻ്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും, എൻ്റെ കുടുംബത്തിൽ നന്മയുണ്ടാകും, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമ്പന്നത ഉണ്ടാകും. പക്ഷെ ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ ബൈബിൾ പറയുന്നു, യേശുവിനെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേൽ വരുവാൻ. പലപ്പോഴും നമ്മൾ അവിശ്വാസം പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവ സന്തോഷം എൻ്റെ മേൽ നിറയുന്നില്ല, പകരം പിശാചിലേക്കുള്ളൊരു ആക്സസ് അവിടെ ഉണ്ടാകുകയാണ്. ഞാൻ പിശാചിനെ ഉയർത്തുകയല്ല. അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെന്ന് യേശു പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെ അവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ അവിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രസാദത്തിന് അർഹനല്ലാതെ ആയിത്തീരുകയാണ്. അവൻ പിശാചിനെ എന്ത് പ്രീതിപ്പെടുത്തുന്നവനാണ്.
നോക്കി, ഇവിടെ ഞാൻ പറയാം, അന്യഭാഷയുടെ ഒരു ഗുണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. നിങ്ങളായിരിക്കുന്ന പ്രയാസത്തിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ഈ വിഷയത്തിൻ്റെ മേലൊരു കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ പറയുന്നു ഈ ദൈവത്തിൻ്റെ പ്രസാദം യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, അപ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു സാധ്യതയും കാണുന്നില്ല. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതലൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ. ഇവിടെയാണ് പലപ്പോഴും കോംപ്രമൈസ് ഗോസ്പൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോംപ്രമൈസ് ഗോസ്പൽ, നമ്മളെ കോംപ്രമൈസ് ചെയ്യുവാൻ പഠിപ്പിക്കുന്ന ഗോസ്പലുണ്ട്. അതായത് ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ടോ വിശ്വസിച്ചിട്ടോ നമ്മുടെ മുമ്പിൽ നടക്കാതെയോ കാണാതെയോ അനുഭവിക്കാതെയോ വരുന്ന സമയത്ത് കോംപ്രമൈസിങ് ഗോസ്പലുണ്ട്. അതായത് ഉടനെ ഒരു വാക്യം എടുത്തുകൊണ്ട് വരും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇതിൻ്റെ കോണ്ടസ്റ്റ് വ്യത്യാസമുണ്ട്, അർത്ഥവ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഇതെടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നഷ്ടങ്ങൾ, അതൊക്കെ നമ്മുടെ പാട്ടുകളും അങ്ങനെയൊക്കെ അല്ലേ. നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായകൻ എൻ്റെ കൂട്ടാളിയാണ് അല്ലേ. അപ്പം നമ്മൾ തന്നെ പാടി പാടി അങ്ങോട്ട് വിശ്വസിക്കുക, നഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും. അപ്പം നമ്മൾ ഈ പാട്ടിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ഭയങ്കര ഇമോഷനിൽ ആരാധിച്ച് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായകൻ കൂട്ടാളിയാണ്, ഇത് പാടി പാടി വരുന്നൊരു ജനറേഷൻ. ഇങ്ങനെ പാടി ആരാധിച്ചു വന്ന നിങ്ങളുടെ മനസ്സിൽ നഷ്ടങ്ങൾ വരുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ? സാരമില്ല, ക്രിസ്തുയേശു നായകൻ കൂട്ടാളിയാണല്ലോ. പാടരുത്. കാര്യം കഷ്ടങ്ങളും നഷ്ടങ്ങളും കാൽവരി ക്രൂശിൽ യേശു അവസാനിപ്പിച്ചു. കഷ്ടവും നഷ്ടവും വരാൻ കാരണം എന്തുവാ? പാപവും ശാപവുമാണ്. ശാപമുള്ള വീട്ടിൻ്റെ അകത്ത് എന്തുണ്ടാവും? നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. ഉൽപ്പത്തി പുസ്തകം നോക്കിയേ, 3-ാം അധ്യായം. നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. അപ്പൊ കഷ്ടങ്ങൾ വരുന്ന എപ്പോഴാണ്? ശാപം വരുമ്പോഴാണ്. ദാരിദ്ര്യം എന്ത് ചെയ്യും? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഒരു കള്ളനെ പോലെ വരും, ഒരു അതിഥിയെ പോലെ വരും എന്നൊക്കെ പറയാൻ കാരണം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ശാപത്തിൻ്റെ അടയാളമാണ്. നമ്മളിങ്ങനെ പാടി കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഒക്കെ പാടുമ്പോൾ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരാളുടെ അനുഭവം വേറെ, വിശ്വാസം വേറെ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അറിയുന്ന സമയത്ത് ഞാൻ കർത്താവിലേക്ക് വരാൻ ഒരു പ്രധാന കാരണം ഒരു ആക്സിഡൻറ്റിലാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ വേദനയാൽ ഭാരപ്പെട്ട സമയത്ത് ഞാൻ യേശുവിലേക്ക് വന്നു. അപ്പോൾ ചിലർ ചിന്തിക്കും, ദൈവം ഒരു ആക്സിഡൻറ്റ് തന്നു, അതുകൊണ്ട് എല്ലാവർക്കും ദൈവം അനർത്ഥം തരും. അല്ല, ചില മുഖാന്തിരങ്ങളുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. ചില മുഖാന്തിരങ്ങളുണ്ടാവും. സെലിൻ സൗകര്യ വാക്കിയിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകം 3:17. കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. എന്തുകൊണ്ട്? ശാപം നിമിത്തം, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും എന്ന് ബൈബിൾ പറയുമ്പം, നിങ്ങൾ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായകൻ എൻ്റെ കൂട്ടാളിയാന്ന് പാട്ട് പാടുമ്പോൾ കഷ്ടം വരാൻ കാരണം എന്തുവാണ്? ശാപമാണ്. ഗലാത്യ ലേഖനം 3:16 പറയുന്നു, മരത്തിൽ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. അപ്പൊ ശാപം നിമിത്തം കഷ്ടത വന്നെങ്കിൽ ശാപം മാറിയാൽ എന്ത് വരണം? കഷ്ടതയുടെ വിപരീതമായ അനുഗ്രഹം വരണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ പാട്ട് പാടുന്നത് എങ്ങനെയാ? കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായകൻ കൂട്ടാളിയാന്നാ പാടുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കേ, കഷ്ടത്തിൻ്റെ കൂടെയല്ല യേശു നിൽക്കുന്നത്, ശാപമാണ് കഷ്ടങ്ങൾ കൊണ്ടിരുന്നത്. അപ്പോൾ ബ്രദറെ, യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത്, നിങ്ങൾ കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് ബൈബിളിൽ വാക്യമുണ്ടല്ലോ. ആ കഷ്ടം വേറെയാണ്. അത് ഞാൻ പറഞ്ഞേനെ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാവേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ യേശുവിനെ അറിയാത്ത ഒരു കൂട്ടത്തിന് നടുവിൽ നിൽക്കുക, ഒരു കമ്മ്യൂണിറ്റി. ഞാൻ കമ്മ്യൂണിറ്റിയുടെ പേരൊന്നും പറയുന്നില്ല. അവർക്ക് യേശുവിനെ അറിയത്തില്ല. നിങ്ങൾക്ക് മാത്രമേ യേശുവിനെ അറിയത്തുള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കും, നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, ഉടനെ അവർ നിങ്ങളെ തോണ്ടിക്കൊണ്ടിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നാൽ എന്നാ, ഇത് തെറ്റല്ലേ? അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രഗിളുകളാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. സുവിശേഷ നിമിത്തമുള്ള കഷ്ടതകൾ. രണ്ടും രണ്ടാകട്ടോ. സുവിശേഷ നിമിത്തം പൗലോസ് ശ്ലീഹ പറഞ്ഞത്, കാട്ടിലെ ആപത്തുണ്ടായി. എന്തിനാ പൗലോസ് കാട്ടിൽ പോയത്? കാര്യം കാട് കടന്ന് മാത്രം എനിക്ക് അതേനയിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. കൊരിന്തിലേക്ക് പോകണമെങ്കിൽ കപ്പലിൽ യാത്ര ചെയ്യണം. അപ്പൊ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ കാറ്റടിക്കും. ചിലപ്പോൾ കപ്പലിൽ പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് കാല് കുത്തിയപ്പോഴേക്ക് എബ്രായർ ഭാഷ എല്ലാവരും സംസാരിക്കുന്നത്, അവിടെ മലയാളം പറയുക. മലയാളം പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇസ്രായേലിൽ നിന്ന് വന്ന ആൾക്കാർ അവിടെ കഴിക്കുന്നത് ഗ്രിൽഡ് ആയിട്ടുള്ള ഇറച്ചിയായിരിക്കും. നമ്മൾ മലയാളി ചോറും പയറും കഴിക്കുന്ന സമയത്ത് പൗലോസ് ശ്ലീഹയുടെ വയറ്റിൽ ഇത് പിടിക്കുന്നില്ല. അപ്പം ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവിടുത്തെ ആഹാരം പറ്റുന്നില്ല. ചില മിഷണറിമാർ പറയാറുണ്ട്, അവർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന വഴിക്ക് അവിടെ ചില ഈ നമ്മുടെ സെപ്റ്റിക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ യേശുവിലേക്ക് വരും. അവർ ചിലപ്പോൾ നന്നായിട്ട് അവർ കൈയൊന്നും കഴുകത്തില്ല. അവർ നമ്മുടെ നാട്ടിലെ പോലെ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല അവർ ക്ലീൻ ചെയ്യുന്നത്. അവർ പ്രാർത്ഥനയിൽ യേശുവിലേക്ക് വന്ന് വളരെ സന്തോഷത്തോടെ ഇവർ ദൈവദാസന്മാരെ വീട്ടിലോട്ട് ക്ഷണിക്കും.
വീട്ടിലോട്ട് ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ പോലെ അവർ സ്പൂണ് കൊണ്ട് കോരി തരുമല്ല. അവരുടെ രീതി അങ്ങനെയാണ്. അവരെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടക്കറിയൊക്കെ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദേവദാസം പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ആ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കറി തണുത്ത് കഴിയുമ്പോഴേക്കും ആ കൈ ഇട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ മുട്ട എടുത്തുകൊണ്ട് ചപ്പാത്തിയുടെ മുകളിലോട്ട് വെക്കും. ആ കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ കോരി ചാറ് ഒഴിക്കും. അപ്പം കൈയുടെ വിരലിലും നഖത്തേലും ഒക്കെ ഇവർ പോയി കോരിക്കൊണ്ടിരുന്ന സെപ്റ്റിക് ടാങ്കിൻ്റെ അംശങ്ങളൊക്കെ അതിൽ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അപ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട്, ഉള്ളത്തിൽ വൊമിറ്റിംഗ് ടെൻഡൻസി വരുമെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സങ്കടമായി പോകും. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് കഴിക്കും. ഇത് സുവിശേഷ നിമിത്തം അവർക്ക് സംഭവിക്കുന്നതാ. ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പം അവരുടെ ചിലപ്പോൾ കഴിക്കാതെ ചിലപ്പോൾ വിഷമായി പോകും. അതുകൊണ്ട് അവരുടെ വിഷമം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും. അപ്പം ഇതേപോലെ ഒത്തിരി പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷ നിമിത്തം അവർക്കുണ്ടായ കഷ്ടങ്ങൾ നിങ്ങൾ അറിയാത്തവരെന്ന് ഞാൻ വിചാരിക്കുന്നത് പൗലോസ് പറയുന്നുണ്ട്. രണ്ട്, പല കഷ്ടനഷ്ടത്തിലൂടെ ദൈവരാജ്യത്തിൽ കയറുന്നു പറയുമ്പോഴേക്കും നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, പ്രയാസം, കുടുംബം നശിക്കും, ഇതല്ല അവിടെ പറയുന്നത്. സുവിശേഷത്തിന്റെ വെല്ലുവിളിയുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ വിശ്വാസത്തിൽ നിന്ന് ഇപ്പം മാറിപ്പോയാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, വളരെ ശക്തനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ പിന്മാറ്റത്തിൽ പോയി. പലരും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അനേകർ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പലരും ഇപ്പം പലരും എന്ത് ചെയ്തു, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. നിങ്ങൾ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? നിങ്ങൾക്കും പ്രയാസം വരാത്തതുകൊണ്ടല്ല, വെല്ലുവിളി വരാത്തതുകൊണ്ടല്ല. പലരും പറയുന്നുണ്ട്, ബ്രദറെ എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാൻ. എനിക്കൊരു സഹോദരി പറഞ്ഞുണ്ട്, വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എന്നെ കളിയാക്കും, ഉപദ്രവിക്കാനൊക്കെ വരും. എന്തുകൊണ്ട്? സുവിശേഷ നിമിത്തം കൊണ്ടാണ്. അപ്പം ഇത് രണ്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നിൽക്കുന്നതല്ല, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുവാണ്, അർത്ഥങ്ങളിലേക്ക് നമ്മൾ ചെല്ലുവാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പാട്ടിനി പാടുമ്പോൾ ശ്രദ്ധിച്ചോണേ, പലപ്പോഴും ഇമോഷനാണ് പാട്ടിൻ്റെ അകത്ത്, പല പാട്ടിൻ്റെ അകത്തും വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കിയോണേ. ഞാൻ ചില വരികൾ, എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്, ഞാൻ ചില വരി വരുമ്പോൾ നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, ബ്രദറിനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിനി ആരാധിക്കുന്ന സമയത്ത് ഞാൻ ചില വരികൾ പാടത്തില്ല, തീരുമാനിച്ചതുകൊണ്ടാണ്. നിങ്ങളിനി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആരാധിക്കുന്ന സമയത്ത് എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, നോക്കിക്കൊണ്ടിരിക്കരുത്. ഇനി അഥവാ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഞാൻ പാടത്തില്ല, ചില വരികൾ ഞാൻ പാടത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ വിശ്വാസത്തെ അത് ഉള്ളിലോട്ട് കയറും. ഞാനത് ഏറ്റുപറയുമ്പോൾ, കാര്യം ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവൻ ഏറ്റുപറയും. ഹൃദയം നിറയുന്നതല്ലോ, ഹൃദയത്തെ നിറയ്ക്കരുത്. പറയുന്നതിലൂടെ നിറയ്ക്കുകയും കേൾക്കുന്നതിലൂടെയൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ പാടുമ്പോൾ അത് നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസമായി മാറും. ശ്രദ്ധിച്ചോണം. അപ്പോൾ ചില പാട്ടൊക്കെ നമുക്ക് ഇമോഷനൊക്കെ തോന്നും. ബ്രദറെ ആ പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ എൻ്റെ അവസ്ഥ, ബ്രദറെ കറക്റ്റാണ് എൻ്റെ അവസ്ഥ, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരി ഏറ്റുപാടല്ലേ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ വിപരീതമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ജനത്തോട് തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, മിസ്രൈമിലെ നിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ള നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ നിലവിളി ഞാൻ കേട്ടു. നീ ഇത് അനുഭവിക്കേണ്ടവനാന്നല്ല പറഞ്ഞേക്കുന്നത്, ഞാൻ നിനക്ക് നല്ലതും മനോഹരവുമായ പാലും തേനും ഒഴുകുന്ന കനാൻ. അവസ്ഥ നോക്കിയാൽ എന്തുവാ? കണ്ണുനീരും പ്രയാസവും ദുഃഖവാ. ആ സമയത്ത് ഒരു പാട്ടിട്ടാൽ അവരും സന്തോഷത്തോടെ ആരാധിക്കും. ദൈവം പറഞ്ഞു, ഒരു പരിപാടിയില്ല, നിന്റെ കഷ്ടത്തിനോട് കൂട്ടാളിയാകുന്നവനല്ല ഞാൻ, നിനക്ക് നല്ലതും മനോഹരമായ കനാൻ അവകാശമായി തരുന്ന ദൈവത്തെ അറിയേണ്ടത്. അപ്പം യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ അയച്ച ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ഒരു വചനമാണ്. യേശു എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, വചനമാണ്. ബൈബിൾ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 14 പറയുന്നു, വചനം ജഡമായി തീർന്നു. അപ്പൊ യേശു ഒരു വചനമാണ്, വചനങ്ങളുടെ ക്രോഡീകരണമാണ് യേശു. യേശു എന്ന വ്യക്തി മുഴുവചനം നിറഞ്ഞ വ്യക്തിയാണ്. അപ്പം യേശു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവചനത്തിലും വിശ്വസിക്കുന്നു. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോടെ, ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ചോണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അപ്പോൾ അന്യഭാഷ നമ്മളെ എങ്ങനെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാനത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. അന്യഭാഷ എങ്ങനെ എന്നെ സഹായിക്കുന്നു? അന്യഭാഷ എന്നെ സഹായിക്കുന്നത് 2 കാര്യത്തിലൂടെയാണ്. ഒന്ന്, എൻ്റെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഞാൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. പെട്ടെന്ന് പറയാം. ഇപ്പം നിങ്ങൾ ജനിച്ചു വളർന്ന് നിങ്ങൾ ജീവിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സുണ്ട്, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇതെല്ലാം വ്യത്യസ്തമാണ് അല്ലേ? ചിലർ പറയത്തില്ല, ആ ബ്രദറിൻ്റെ അത്രയും വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അതിൻ്റെ അർത്ഥം എന്തോ, നിങ്ങൾക്ക് അത്രയും വിശ്വാസം നിങ്ങൾക്ക് തന്നെ അറിയാം. അവരുടെയൊക്കെ അത്രയും ധൈര്യം ഉണ്ടായിരുന്നു, ഞാൻ എവിടെ പോയി നിൽക്കേണ്ടതാ. ചിലർ പറയത്തില്ലേ, അന്നത്തെ കാലത്തൊക്കെ ഞാൻ അന്ന് ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എവിടെ നിൽക്കേണ്ടത്. അപ്പം അന്ന് പറയാൻ പറ്റിയില്ല, പേടിയായിരുന്നു.
അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന ചില ഇമോഷനുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ പലപ്പോഴും സ്വാധീനിക്കും. എന്നാൽ അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമാകും. ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ദേഹം, ഇതിലുള്ള സകലതും. നിങ്ങളുടെ ധൈര്യം അവിടെ വിഷയമല്ല, കുറവ് അവിടെ വിഷയമല്ല, നിങ്ങളുടെ കുടുംബ മഹിമ വിഷയമല്ല, വിദ്യാഭ്യാസം വിഷയമല്ല, നിങ്ങളുടെ ഒന്നും അവിടെ വിഷയമല്ല, ഇതൊന്നും അവിടെ മാനദണ്ഡമല്ല. ഇതെല്ലാം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ആക്റ്റീവാകുന്നു, വചനത്തിൽ നിങ്ങളെ വളർത്തിയെടുക്കുന്നു, അനുഗ്രഹത്തെ വലിച്ചടിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാലുള്ള കുഴപ്പം ഞാൻ പറയാം. നല്ലതാണ്, വചനം ഏറ്റു പറഞ്ഞ് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾ ടയേർഡായി പോകും. കാര്യം ഈ മനസ്സിലോട്ട് ഈ ദുഃഖം കയറി നമ്മൾ അവസാനം വചനം പറഞ്ഞാൽ തുടങ്ങിയത്. ഇപ്പം വചനം പറിച്ച് നിർത്തിയിട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ ഇപ്പം മാറിയിട്ട് പരാതിയായി തുടങ്ങി. പിന്നെ പരാതി മാറിയിട്ട് ഇപ്പം പിണക്കമായി തുടങ്ങി. കണ്ടോ എൻ്റെ കാര്യം എന്തുവാ? ഇമോഷൻ നമ്മളെ അറ്റാക്ക് ചെയ്തു. അനുവദിക്കരുത്. അന്യഭാഷയിൽ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ, ആ വചനം പറഞ്ഞ് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയും ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുകയും നിങ്ങൾ കേൾക്കുന്ന വചനം, പറയുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും അപ്പുറമാണ് അനുഭവിക്കുക. നിങ്ങൾ ഏത് മേഖലയ്ക്കകത്താണ് നിൽക്കുന്നത്, അവിടെ നിങ്ങളെ വളർത്തുവാൻ കഴിയും. ഞാൻ ആഗ്രഹിക്കുന്ന വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നിമിഷം നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഉമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഉമ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മെലിഞ്ഞ, അധികം വലിപ്പമില്ലാത്ത, വണ്ണമില്ലാത്ത ഒരു മാതാവിനെ ഞാൻ ആ കുടുംബത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാതാവിനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത്, ഇവർ രണ്ടുപേരുടെയും ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവിനൊരു വാക്ക് പറയുന്നു. ആ വലിയൊരു മനപ്രയാസം അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച്, പിന്നീട് അതൊരു വേദനയായി പ്രവേശിച്ച് ജീവിതത്തിൻ്റെ അകത്ത് വല്ലാത്ത ചില നിരാശയിലൂടെ കടന്നു പോവുക. മാതാവിനുണ്ടായ അനുഭവത്തിലൂടെ മകളെയും കടത്തിവിടുമെന്ന് വാദിക്കുന്ന പിശാചിൻ്റെ സകല നുഖങ്ങളും ഇന്ന് ഒടിയുകയാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഒരു പാരമ്പര്യ ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഉമയ്ക്കു വേണ്ടി കർത്താവ് പ്രവർത്തിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവിൻ്റെ അത്ഭുതം പ്രിയ കർത്താവ് കുടുംബത്തിൻ്റെ മേൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ, വലിയ നന്മകളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ, അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഫൗസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുമായിട്ട് കണക്ട് ചെയ്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു കോണ്ടാക്റ്റാണ്. എന്നാൽ ആ വ്യക്തി നിമിത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ബ്രേക്ക് ത്രൂവിനെ കർത്താവ്, ഫൗസി എന്നൊരു പേരാണ് ഞാൻ കേൾക്കുന്നത്, അങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു കണക്ഷനെ കർത്താവ് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കൂട്ടുകാരിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്ന ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സാക്ഷ്യമായി സ്വർഗം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ, ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്നല്ലോ. ആ വ്യക്തി മുഖാന്തരം ഒരു നന്മയുടെ വാതിൽ അവിടെ തുറന്നു വരട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു 7 സെൻറ്റ് സ്ഥലം, അത് ഉപയോഗിക്കുന്നില്ല, സ്ഥലമായിട്ട് കിടക്കുവാണ്, അതിൻ്റെ അകത്ത് വീടൊന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തടസ്സം നീങ്ങിപ്പോകുന്നതായിട്ട് കർത്താവ് പറയുന്നു. 7 സെൻറ്റ് സ്ഥലമാണ് കിടക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ അതൊരു നന്മയാക്കി നിങ്ങളുടെ മേൽ വരാൻ വേണ്ടി പോവാണ്. ദോഷമായി നിൽക്കുന്നതെല്ലാം നീങ്ങി നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ടെന്ന് വചനത്തിൽ പറയുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ
കർത്താവിൻ്റെ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവൃത്തികൾ ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സംഗീത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ കുടുംബത്തിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറയുന്നു. സംഗീതനെ കർത്താവ് ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. സംഗീത എന്റെ മകനാണ്. ഏറ്റെടുത്ത സിസ്റ്റർ ഇന്ന് കർത്താവിൽ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അങ്ങയുടെ വലിയ മഹത്വത്താൽ ഇന്ന് നിറയ്ക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവെ നന്ദി കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവിനോട് ഒരു അനുശ്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുവാണ്. അനുശ്രീയുടെ ഭവനത്തെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നത് പറയുന്നു. കർത്താവിനോട് പറയുന്നു, ഇന്ന് ഒരു വലിയൊരു പ്രയാസത്തിൽ നിന്നും ആ കുടുംബത്തെ രക്ഷിക്കുവാൻ പ്രാർത്ഥനയാൽ കഴിയുമെന്നും ദൈവം ആ കുടുംബത്തെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നെന്നും പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. പ്രാർത്ഥനയാൽ, അതായത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ മാറുന്നു എന്നൊരാലോചന വരുന്നു. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചാട്ടെ. വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം പറയാൻ വേണ്ടിയാണ് ഏറ്റെടുത്തോ. ഇന്ന് ആ കുടുംബത്തെയും ആ മകളെയും കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. വലിയ ചില ദൈവപ്രവർത്തികൾ ആ കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോവുക. യേശുവെ നന്ദി കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആഴങ്ങളിൽ കർത്താവ് തൊടട്ടെ അപ്പ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ വീടിൻ്റെ അവിടുന്ന് ഈ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, വീടിൻ്റെ അവിടുന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു കടല് ഉള്ള ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. 3 കിലോമീറ്റർ അവിടെ നിന്ന് സഞ്ചരിച്ചാൽ കടലുണ്ട്. ഞാൻ ഈ വീട്ടിലോട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ഓട്ടോറിക്ഷ, വീടിന് അങ്ങോട്ട് കയറുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ ഉള്ളൊരു ഭവനത്തെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോടൊരു വാക്ക് പറയുന്നു. സുമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരു സാക്ഷ്യമാക്കി ആ ഭവനത്തിലേക്ക് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്നൊരു വാക്ക് കർത്താവിൻ്റെ ഉള്ളത്തിൽ കേൾപ്പിക്കുകയാണ്. ആ കുടുംബം ഇന്ന് യൂട്യൂബിലോ സൂമിലോ ആയിക്കോട്ടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവം സുമയെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരനുഗ്രഹമാക്കി കയറ്റുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. കർത്താവിൻ്റെ അത്ഭുത കരം ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നു. സകല പ്രയാസത്തിൽ നിന്നും സകല പ്രതിസന്ധിയിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, കർത്താവിനാൽ ആ കുടുംബം ഒരു സാക്ഷിയാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ വലിയ പറഞ്ഞു. എന്റെ മോളുടെ വീടാണ്. വീടിന്റെ 3 കിലോമീറ്റർ അകലെ കടലുണ്ട്. ഒരു വീട്ടിൽ ഓട്ടോറിക്ഷ ഉണ്ട്. ആമേൻ. കർത്താവിനെ കാണിക്കുന്ന സുമയെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ദൈവം അനുഗ്രഹമാക്കിയിട്ട് അങ്ങോട്ട് അയക്കുന്നതായിട്ടൊരു കർത്താവ് ഒരു കാഴ്ച കാണിക്കുക കേട്ടോ. ആ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചോണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. മോളോട് പറയണം, സുമയുടെ പേര് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ദൈവം ഒരു സാക്ഷ്യമാക്കി തീർക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് വലിയൊരു സാക്ഷ്യമായ കുടുംബം തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ഒന്ന് കൽപ്പിച്ച്, കർത്താവെ അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യാരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു. അങ്ങയുടെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്താൽ എന്നെ നിറയ്ക്കുന്നല്ലോ, അങ്ങയുടെ അത്ഭുതത്താൽ എന്നെ നിറയ്ക്കുന്നല്ലോ, അങ്ങയുടെ സാക്ഷ്യമായി കർത്താവ് എന്നെ നിറയ്ക്കുന്നല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. സ്വർഗത്തിലെ ദൈവം സകല കാര്യങ്ങളെയും അനുഗ്രഹമാക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം സകല കാര്യങ്ങളെയും അത്ഭുതമാക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. തമ്പുരാൻ്റെ വലിയ കൃപ ഇന്നവിടെ അനുഭവിക്കുവാൻ, വലിയ മഹത്വം ഇന്ന് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കുന്നല്ലോ. രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ചിട്ട് പറയും, ഇപ്പോൾ എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ദൈവത്താൽ ഞാൻ അത്ഭുതമാകുകയാണ്, ദൈവത്താൽ ഞാൻ അത്ഭുതമാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതം വിശാലമാകട്ടെ.
കുടുംബത്തിൽ സമാധാനം വാഴട്ടെ, നന്മ നിറയട്ടെ. അനുഗ്രഹിക്കുന്നപ്പ, വിശാലതയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറയുന്നപ്പ. ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് വചനം പറയുന്നല്ലോ. ദൈവം സാക്ഷ്യങ്ങളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും കർത്താവ് ഇടപെട്ടവരോ ആലോചന ഇടപെട്ടവരോ പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയാനുള്ള അവസരമുണ്ട്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മൈക്കുകളെ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പറയാം. പറഞ്ഞു. ഉമ്മ എന്ന് പറയുന്നത് എന്റെ കുടുംബത്തിലെ അംഗമാണ്. പിന്നെ അതിന്റെ അമ്മ ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു ശ്യാമള എന്നാണ് അവരുടെ പേര്. അവർക്ക് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം, പിന്നെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. അത് അപ്പൊ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. വല്ല വിവാഹം അങ്ങനെയുള്ള കാര്യത്തിന് പോക്കുവരവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളെ അവരെയും ബന്ധപ്പെടുത്തി കർത്താവ് ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതേപോലെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളൊരു കൂടുന്ന പ്രാർത്ഥനയിൽ ഇതേപോലെ ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കുമെന്ന് പറയുക. ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അവരത് കേൾക്കും, അവരത് ഉൾക്കൊള്ളുവാൻ ഇടയായിത്തീരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. വിനീത എന്ന് പറഞ്ഞ ആലോചന പറഞ്ഞിരുന്നല്ലോ ബ്രദറെ. വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു. എനിക്ക് കിടക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ കേൾക്കുന്നില്ല സിസ്റ്ററെ? കേൾക്കുന്നില്ല പറയുന്നത്? ക്ലിയർ അല്ലായിരുന്നു, പറഞ്ഞു. അതായത് ഞാൻ ഡൽഹിയിൽ നിന്ന് ആക്സിഡന്റ് പറ്റി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ബ്രദർ പറഞ്ഞായിരുന്നു അത് അത്ഭുത സാക്ഷ്യമായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് കർത്താവ് ഒരു അത്ഭുത കേൾക്കുന്നില്ല പറയുന്നത്? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, ഞാൻ കേൾക്കുന്നുണ്ട്. അത്ഭുത സാക്ഷ്യപ്പോൾ വ്യാഴാഴ്ച സർജറി പറഞ്ഞതായിരുന്നു ഡോക്ടേഴ്സ്. പക്ഷെ ഇന്ന് നാളെ ഡിസ്ചാർജ് ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം അപ്പൊ ചെറിയൊരു മുറിവുണ്ട്, അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്റെ ശരീരത്തിൽ കർത്താവിന്റെ ശരീരമാണത്, കത്തി വെക്കാൻ കർത്താവ് അനുവദിക്കരുതാണ്. അപ്പൊ വളരെ അത്ഭുതകരമായിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. കർത്താവ് എന്റെ ഒടുങ്ങ കർത്താവിന്റെ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ബ്രേസ് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞാണ്. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ അവർ വിശ്വസിച്ചു, ഇല്ല എൻ്റെ ശരീരത്തിൽ കത്തി വെക്കാൻ ഇടവരത്തില്ല, സർജറി വേണമെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ അത് വേണ്ട എന്ന് പറയാൻ ഇടയായി തീർന്നു. അത് മുന്നോട്ട് ദൈവത്താൽ തന്നെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റിയിരിക്കും. അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും? എനിക്കൊരു സാക്ഷ്യം പറയണമായിരുന്നു. പറഞ്ഞു. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു 5-6 മാസം കൊണ്ട് ഞാൻ ഇത് ബ്രദറിന്റെ ഈ പ്രാർത്ഥനയൊക്കെ കാണുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരു ഈ ഉറക്കം വരാതിരിക്കുമ്പോഴേ ഞാൻ അതെന്തോ വചനം വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് അത് പറഞ്ഞു തരാമോ? എനിക്കൊരു അധ്യായം. സിസ്റ്റർ ഒരു കാര്യം ചെയ്ത് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ കർത്താവിന്റെ ക്രൂശീകരണത്തിലെ വാക്യമുണ്ട്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവിന്റെ മേലായി. എന്നിട്ട് ഈ വാക്യം പറയുക, കർത്താവിന്റെ രക്തത്താൽ എനിക്ക് സമാധാനം വന്നിരിക്കുന്നു. ഈ ഒറ്റ വാക്യം പറയുക, ഉള്ളത്തിലും ശരീരത്തിലും ഒക്കെ ആ സമാധാനം വരുവാൻ ഇടയായിത്തീരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. വിനീതയുടെ ആലോചന പറഞ്ഞായിരുന്നല്ലോ ബ്രദർ, വിനീത എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ വിനീതയെ ഒറ്റമുറി വീട്ടില്, വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. ഹസ്ബൻഡ് നല്ല മദ്യപാനിയുമാണ്. അപ്പൊ അതിന്റെ ജീവിതത്തിൽ കടങ്ങളായിട്ട് അത് ഒരു കിഡ്നി വിൽക്കാനായിട്ട് ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സ്ത്രീക്ക് മഞ്ഞപ്പിത്തം ആയതുകൊണ്ട് കിഡ്നി ഓപ്പറേഷൻ നടന്നില്ല. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഈ ദൈവാലോചന ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി തന്നെ മാറ്റി സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു കേട്ടോ. അവരെ ബലപ്പെടുത്തുക. പറയുക, കർത്താവിന് അസാധ്യമായിട്ടൊന്നും. പറഞ്ഞു.
പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എനിക്ക് തലകറക്കമായിട്ട് ഞാൻ ഒരു 5-6 വർഷം കൊണ്ട് എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയി. മിക്കവാറും അങ്ങ് തലകറക്കമായിരുന്നു. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അങ്ങനെ മരുന്നും കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഛർദിലും തലകറക്കം വന്നാൽ 3-4 ദിവസത്തേക്ക് ഒറ്റ കിടപ്പാണ്, എഴുന്നേക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസമൊക്കെയാണ് ഞാനിപ്പോ ഈ സൂം മീറ്റിംഗിൽ കയറാൻ തുടങ്ങിയിട്ട് 5-6 മാസമായതേ ഉള്ളൂ. കഴിഞ്ഞ മാസമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് തലകറക്കമായിരുന്നു. അപ്പം എന്റെ മക്കളൊക്കെ പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകത്തില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ENT കൊണ്ട് കാണിച്ചപ്പോൾ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ മെഡിസിൻ ഒന്നും കഴിച്ചില്ല ബ്രദറെ. ഞാൻ എപ്പോഴും ബ്രദർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എന്റെ തലയെ കൈവച്ചിട്ട് എന്റെ കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നു, അടിപ്പിണരാലെ സൗഖ്യം വന്നിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ ബ്രദറെ, എനിക്ക് ഇപ്പൊ ഈ ഒരു ആഴ്ച കൊണ്ട് ദൈവത്തിന്റെ കൃപയാല് എന്റെ തലകറക്കം മാറി. എനിക്ക് യാത്രയൊന്നും ചെയ്യാനൊക്കത്തില്ല, മൈഗ്രെയിന്റെ പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത് എന്റെ വീട്ടിൽ പോയിട്ട് ഇവിടെ പുനലൂര് വന്ന് എനിക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം എന്റെ കർത്താവ് തന്നെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ആമേൻ. സിസ്റ്റർ, എത്ര വർഷമായിട്ട് സിസ്റ്റർക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 5-6 വർഷം കൊണ്ടേ ഉണ്ട് ബ്രദറെ. എനിക്ക് ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. ഇത് പിന്നെ വലിയൊരു അതുപോലെ സാക്ഷ്യമാണ്. ബ്രദർ കഴിഞ്ഞ ദിവസം മോന്റെ ഒരു ക്രിസ്തീയ ദൈവം തൊടുന്നെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സൂമിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം 19-ാം തീയതി ആയിരുന്നത്. അപ്പൊ ഈസ്റ്ററിന്റെ ആ സൺഡേയിൽ അന്നേരം രാവിലെ ഞാൻ ആ മീറ്റിംഗ് യൂട്യൂബിൽ കേട്ട് എന്റെ ഹസ്ബൻഡ് കേട്ടിട്ട് എന്നെ കൊണ്ട് കേൾപ്പിച്ചേടി ഇതുപോലെ നമ്മുടെ കാര്യം പറയുന്നു. ക്രിസ്തീയ ദൈവം അത്ഭുത വിഷയമാക്കുന്നത്. എന്റെ മൂത്ത മകനാ ക്രിസ്റ്റി, അവന്റെ വിവാഹം ഒന്നും ആയിട്ടില്ല. അവനൊരു ടിൻസ് അവര്. അവന്റെ കൂടെ ഉള്ള ആളുടെ കല്യാണം കഴിഞ്ഞു, ഇവന്റെ വിവാഹം ഇതുവരെ ആയില്ല. അവൻ ബാംഗ്ലൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവന് ഗൾഫിൽ പോയതായിരുന്നു, അവന്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടവൻ തിരിച്ചു വന്ന് 1 വർഷത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ദൈവം ഒരു വഴി തുറന്നിപ്പോ ഒരു സ്കൂളിൽ ബാംഗ്ലൂരിൽ പഠിപ്പിക്കുക. ആ ഒരു വിഷയം എനിക്ക് വളരെ ഭാരത്തോടെ ഞാൻ ഇരിക്കുമായിരുന്നു. എങ്കിലും ഈ വചനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു ഭാരവും ഇല്ല. എന്റെ ദൈവം എല്ലാം ചന്തോചിതമായിട്ട് അവന് ചെയ്യുമെന്ന് എന്റെ മനസ്സ് ഉറച്ചിരിക്കുക. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സിസ്റ്റർ പറഞ്ഞ വലിയൊരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-7 വർഷമായിട്ട് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, തലവേദനയും മൈഗ്രെയിനും ഛർദിലും ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇയർ ബാലൻസിന്റെ പ്രോബ്ലമാണ്. അതുപോലെ ഭാരപ്പെട്ടു. എന്നാൽ വചനം കേട്ട് നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നു, കൈവച്ചു വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ല. 6-7 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇയർ ബാലൻസ് ഒന്നും എൻ്റെ അറിവിൽ മാനുഷികമായിട്ട് അതിന് ചികിത്സയില്ല. ലൈഫ് ലോങ് ഒന്നെങ്കിൽ മരുന്നെടുക്കണം, അത് അനുഭവിക്കണം എന്നല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ കർത്താവ് തൊട്ടാൽ പിന്നെ മാറാത്ത വിഷയമില്ല. ഇന്ന് കേട്ടതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടങ്ങളല്ല, നഷ്ടങ്ങളല്ല, അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സൗഖ്യം അനുഭവിക്കുവാൻ വിളിച്ചിരിക്കുന്നു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മകൻ്റെ പേര് കർത്താവ് വെളിപ്പെടുത്തി അവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ടിരുന്നോണം. ദൈവം അവൻ്റെ ഭാവിയെ തൊടാൻ വേണ്ടി ഓരോ പ്രവചനാലോചന കേൾക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഇനി സൗഖ്യം തന്നതുപോലെ തന്നെ മകൻ്റെ കാര്യത്തിൽ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ആ ആലോചന ഓർമ്മയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞല്ലോ ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥന ഉയരാൻ പോകുന്നു. അപ്പം അത് എൻ്റെ വീട്ടിലെ നാളെ ഒരു പ്രയർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനം വാങ്ങിച്ചിട്ട് 2ാമത്തെ വർഷത്തിന്റെ നന്ദിയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനാണ്. പറഞ്ഞു. അതേപോലെ എന്റെ കൈക്ക് വലത്തെ കൈക്ക് ഇങ്ങനെ ഒരു വേദന തോളിന്റെ അവിടെ വരുമായിരുന്നു. അതിന് കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ അതേപോലെ ഒത്തിരി പേരെടുത്ത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇങ്ങനെ പറയുമ്പോൾ കൊളസ്ട്രോളും ആയിരിക്കും, എന്നാലും ഞാൻ കൈവച്ച് ബ്രദറിന്റെ പ്രയർ കയറുമല്ലോ. അപ്പൊ ഇങ്ങനെ ബ്രദർ പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി കൈവച്ച് രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് അവരടുത്ത് പറഞ്ഞിട്ട് വീണ്ടും വന്ന് ഞാൻ കൈവച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന ഇപ്പം മാറി. അപ്പൊ ഇന്നലെ ഞാൻ പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇന്ന് ഒന്നുകൂടെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ആ വേദന എനിക്ക് മാറി. അതേപോലെ എൻ്റെ മോൻ്റെ ഒരു കാലിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സാക്ഷിയല്ല പ്രയറായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പം ദേവദാസൻ തന്നെ പറഞ്ഞു, എൻ്റെ മേലൊരു അഭിഷേകം തന്നു, കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ട്. ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് സുജോക്ക് എന്ന് പറയുന്നത്, അല്ലാതെ മെഡിസിൻ ഒന്നും അല്ലത്. അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്ത് പ്രാർത്ഥനാ സമയത്ത് വന്നിരിക്കും ഞങ്ങളിങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തടവുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ മോനും അതിൻ്റെതായ ഒരു വിടുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും
ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ബ്രദറിനും ആമേൻ. സ്തോത്രം. നിങ്ങളതിൻ്റെ വേദന ശരീരത്തിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച പൂർണ്ണമായും കർത്താവ് അത് ചെക്ക് ചെയ്തു. ആ വേദന അവിടെയില്ല. മകൻ്റെ ജീവിതത്തിലും പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈവച്ചു പ്രാർത്ഥിച്ചു. വലിയ വ്യത്യാസം കാണാൻ സാധിച്ചു. സിസ്റ്ററെ, മുന്നോട്ട് കർത്താവിൻ്റെ നാമത്തിൽ നിന്നോണം, വചനത്തിൽ ബലപ്പെട്ടോണം. രാജ്യത്ത് ദേശത്ത് സകലരുടെ നടുവിൽ ദൈവം നമ്മളെ സാക്ഷിയാക്കും. വലിയ അത്ഭുതങ്ങളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം. ആമേൻ. ഹലോ പറഞ്ഞു സിസ്റ്ററെ. ഒരു പ്രാവശ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു എൻ്റെ സിസ്റ്ററെ. മോന് കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായിരുന്നു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയിൽ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നന്ദി കർത്താവെ, അങ്ങ് ഇടപെട്ട് അങ്ങ് കൊടുത്ത തലമുറയ്ക്കായി നന്ദി പറയുന്നു. വചനം പറഞ്ഞതുപോലെ തന്നെ 3-4 വർഷമായിട്ട് തലമുറയില്ലായിരുന്നു. പക്ഷെ വചനം കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. സാക്ഷ്യങ്ങളെ കൊടുക്കുന്ന ദൈവമാണ്. ദൈവം കൊടുത്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനേകരോട് പറയണം, ഇന്ന് എൻ്റെ കുടുംബത്തെ തൊട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് തൊടുമെന്ന് പറയണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു വർഷമായ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ബ്രദറിന്റെ സുവിശേഷമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആ അസുഖം മാറി. ആമേൻ. ഇപ്പൊ പൂർണ്ണ മാറ്റം വന്ന മോനെ. ആമേൻ. ഒരു വർഷമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട്? സ്കൂളിൽ പോകുമ്പോ എന്നും ചുമയും ഛർദിലുമായിരുന്നു. ആമേൻ. പ്രിയ കുഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഒരു വർഷമായിട്ട് മോന് ചുമയും ഛർദിലും. നിങ്ങളുടെ തലമുറകളെ ഇതുപോലെ നിങ്ങൾ വചനം കേൾപ്പിക്കുക. കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും അവരെ തൊടുവാൻ കഴിയത്തില്ല. കുഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു വർഷമായിട്ട് സ്കൂളിൽ പോകാൻ കഴിയത്തില്ല. ചുമയും ഛർദിലുമായിരുന്നു. മകൻ വചനം കേട്ട് വിശ്വസിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എന്നൊരു സാക്ഷ്യമായിട്ട് മകനെ നിർത്തി. ഗോഡ് ബ്ലസ് യു. അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ. അനേക തലമുറയ്ക്കൊരു അനുഗ്രഹമാകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. എന്തോ? നമ്മുടെ റിലേഷനിലാണ് ഒരു വാസുദേവൻ നായർ എന്നാണ്. അവരുടെ വയസ്സ് 77. അവർക്ക് ശനിയാഴ്ച ഒരു ഉച്ച സമയത്ത് അവർക്ക് പെട്ടെന്ന് അങ്ങനെ ശരീരം ആസകലം വേർത്തു. അതിന് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് അവർക്ക് പ്രശ്നമായിരുന്നു. അതൊക്കെ എല്ലാം രക്ഷപ്പെട്ടു വന്നു. അജിക്കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു വിഷയം. ഞാൻ ശേഷമൊക്കെ നോർമലായ വീട്ടിലൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടന്നു. പെട്ടെന്നാണ് ആൾക്ക് അങ്ങനെ എണീറ്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞ് അങ്ങനെ വീണ പോലെ അവരെല്ലാവരും താങ്ങി പിടിച്ചു. പിന്നെ ബെഡിൽ കിടത്തി. പിന്നെ കയ്യും കാലൊക്കെ അങ്ങനെ ചൂടൊക്കെ ആക്കി കൊടുത്തു. വായനൊക്കെ പറയും വന്നു. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ നോർമലായി. പിന്നെ ആളൊന്ന് ഒത്തിരി സംസാരിച്ചു. അത് കഴിഞ്ഞ് വേഗം വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ, പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ വഴി വെച്ചിട്ടും അതേപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ അങ്ങനെ 2 അറ്റാക്ക് കഴിഞ്ഞു. ശരീരം അങ്ങനെ കുളിച്ച പോലെയായി. BP അടിച്ചിരിക്കുകയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഭയങ്കര സീരിയസ് ആണ്, ആളിങ്ങനെ കിടക്കുള്ളൂ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കിടക്കുന്നു, നമ്മള് പരമാവധി നിങ്ങളൊക്കെ പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ശനിയാഴ്ച രാത്രിയാണ് മെസ്സേജ് കണ്ടത്. ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞ് ചോദിച്ചു നോക്കിയപ്പോ ഞാൻ പ്രാർത്ഥിക്കാതെ പറഞ്ഞ് മെസ്സേജ് അയച്ചു കൊടുത്തു. മെസ്സേജ് അയച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച രാവിലെ വിളിച്ചു ചോദിച്ചപ്പോ ഒത്തിരി ആള് മാറ്റമുണ്ടോ എന്ന് പറഞ്ഞു. അതേപോലെ ഇന്നലെയും ചോദിച്ചപ്പോ പറഞ്ഞു വെള്ളം മാറ്റി പൊടിയിൽ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട് പറഞ്ഞു. യൂറിന്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്, ഇതാ ഇന്ന് എണീച്ചിരിക്കണം പറഞ്ഞു. ഡോക്ടറെ കൈ വിട്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ആളാണ്. അപ്പൊ 5 ദിവസം ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും പ്രേക്ഷിച്ച പറഞ്ഞ പോലെ തന്നെ ഇന്ന് മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സാധ്യം. നിങ്ങൾ ഏത് വിഷയം വന്നാലും ഇന്ന് പ്രാർത്ഥിക്കുക. ആ വ്യക്തി മരണപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് പ്രാർത്ഥന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഡോക്ടർ കൈവിട്ടതാണ്. പക്ഷേ കർത്താവ് ഇന്ന് സഹായിച്ചു. പ്രാർത്ഥിക്കുന്ന നിങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് അവിടെ തുറന്നതിന് നന്ദി, വിടുവിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും ദൈവം നടക്കും.
ഒരു സാക്ഷ്യം പറഞ്ഞു. കൂടിയുണ്ട്. നമ്മുടെ സഹോദരന്റെ വീട്ടിൽ 2 പട്ടികൾ ഉണ്ടായിരുന്നു. ആ പട്ടികൾക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കണമല്ലോ, അവർ വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതായപ്പോ ചോദിച്ചപ്പോ വെക്കണം പറഞ്ഞു. പിന്നെ ശേഷം പെട്ടെന്നാണ് ഒരു പട്ടിക്ക് ഒരു 10 ദിവസമായിട്ട് സുഖമില്ല പറഞ്ഞു. അപ്പൊ 2 പട്ടികൾക്കും കൂടി 300 കൊടുത്ത് നല്ല ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ ബ്ലഡൊക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി പറഞ്ഞു. അപ്പൊ ശനിയാഴ്ച ഇതേപോലെ കണ്ട സമയത്ത് എന്താണ് ചോദിച്ചപ്പോ ആളൊക്കെ കൈ വിട്ട് പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പറഞ്ഞത്. പിന്നെ ഗ്ലൂക്കോസ് വെള്ളമൊക്കെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി കുടിക്കും, ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ആൾ അവിടെ ചോദിച്ചപ്പോൾ മറ്റേ ആൾ അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ, ആ നിമിഷം തന്നെ മറ്റേ പെട്ടി എണിച്ചു വന്നു. അതുവരെ അനങ്ങാതെ കിടന്ന പട്ടിയാണത്രേ ഒരാഴ്ച വരെ. ഞാൻ പ്രാർത്ഥിക്കാന്ന് ഇവിടെ പറഞ്ഞുള്ളൂ, തൊടിയിൽ പറമ്പിൽ കിടക്കുന്ന പട്ടി എണിച്ചു വന്നു, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ രണ്ട് പട്ടികൾക്കും കൈവച്ച് പ്രാർത്ഥിച്ചു. ഭക്ഷണം കുറേശ്ശെ കഴിച്ചില്ല. ഇവിടെ വലിയൊരു അനുഗ്രഹം അവർക്ക് കൊടുത്തവർക്ക് ആകെ സങ്കടമായി. കുഞ്ഞിനെ കൊണ്ടുവന്ന പട്ടിയാണ്, ഇപ്പൊ വലിയൊരു ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി. പറഞ്ഞു തന്ന വചനങ്ങളെ സ്വീകരിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് അനേകം പേര്. തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാ മേഖലയിലും നമ്മുടെ ഭാരങ്ങൾ, ചിലർക്ക് ഞാൻ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അവരുടെ വിഷയങ്ങൾ ചെറുതായിട്ട് തോന്നിയാലും നമുക്ക് ചെറുതായിട്ട് തോന്നിയാലും പലർക്കും അത് വലുതാണ്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ നമ്മുടെ പ്രാർത്ഥന ഒരു ശീലമാക്കുക. ഏത് വിഷമത്തിലും ഏത് ഘട്ടത്തിലും പ്രാർത്ഥന ഉപയോഗിക്കുക. രജിസ്റ്റർ പറഞ്ഞു അനേകർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുക. അനേക വിഷയത്തിന് മേൽ കർത്താവ് ജയമെടുക്കുവാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ. നന്ദി. എനിക്കിതിനായിട്ട് അന്യഭാഷാവരം കേട്ടിട്ടില്ല പാസ്റ്റർ. ഞാൻ അധികം പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രം പക്ഷെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സ്തോത്രം പറയാനേ പറ്റുന്നുള്ളൂ. എനിക്ക് അന്യഭാഷാവരം ഇല്ല. എന്ത് ചെയ്യണം പാസ്റ്റർ? പ്രാർത്ഥിച്ചാൽ സിസ്റ്ററെ, മതിയോ? നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8:45 നടക്കുന്നുണ്ട്. അതിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ നിറയ്ക്കും. നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. കർത്താവ് അതിൽ നിങ്ങൾ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയോടെ വരിക. ഒരു വാക്കേ കിട്ടിയുള്ളെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് നിറയ്ക്കും. മടി കൂടാതെ കർത്താവ് അതിൽ നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി തീരും. അങ്ങനെ അതിൽ പങ്കുചേരുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ബ്രദറെ, ഹലോ പറഞ്ഞു ബ്രദറെ, ഹലോ പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഉറക്കമില്ല ബ്രദറെ. എനിക്ക് 1-2 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങാറ് കുറെ നാളുകൊണ്ട്. വീട്ടിലെ ഇതൊക്കെ ഉണ്ട്, ടെൻഷനും കാര്യങ്ങളും. എന്നാൽ എനിക്ക് ഉറക്കം കുറയാൻ കൊതിയാണ്. 4-5 മണിക്കൂർ അങ്ങ് ഉറങ്ങാം. പകല് ഉറങ്ങത്തില്ല, എനിക്ക് കൊതിയാണ് ഡോക്ടർ പറയാം. എനിക്കങ്ങ് ഇച്ചിരി ഉറക്കം കിട്ടാൻ വേണ്ടി എനിക്കങ്ങ് കൊതിയാണ്. എനിക്ക് ഉറക്കക്കുറവാണ് പാസ്റ്ററെ. സിസ്റ്റർ ഇന്ന് മുതൽ ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞാൽ മതി, പ്രാർത്ഥിക്കുമല്ലോ. ഇങ്ങനെ മുതൽ പറഞ്ഞാൽ മതി. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എന്നെ ശക്തനാക്കുന്ന 4-ാം അധ്യായം എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സുഖമായി. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം. ഫിലിപ്പിയർ 4:13 എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും, എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും, ഞാൻ സുഖമായി ഉറങ്ങും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് അവിടെ സഹായിക്കും. സുഖമായിട്ട് ഉറങ്ങാൻ ദൈവം കൃപ തരും കേട്ടോ. അത് തന്നെ പറയും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നമുക്ക് എന്താണോ കഴിയാത്തത് അത് നടക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. നാളെ നമുക്ക് മുന്നോട്ട് സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് യൂട്യൂബിൽ ഉണ്ടോ ഇപ്പം? സിസ്റ്റർ ഇന്ന് ലൈവ് ഇല്ല, ഇതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ലൈവ് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ലൈവ് ഓണാക്കാൻ പറ്റിയിട്ടില്ല. ഇതെനിക്ക് വന്നത് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അതൊന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. യൂട്യൂബിൽ അവർ കാണുന്നില്ല, അതുകൊണ്ട് അതെ എന്നോട് ചോദിച്ചു. യൂട്യൂബിൽ വന്നിട്ടില്ല, ഫേസ്ബുക്കിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ വരത്തുള്ളൂ കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമായി തീരുവല്ലോ. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് നമ്മളെ തീർക്കുവാൻ ഇടയായിത്തീരും. വിശ്വാസത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഞാൻ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല, ഞാൻ നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നന്മ കൊണ്ട് ദൈവം എന്നെ നിറയ്ക്കും, നന്മയാൽ ദൈവം എന്നെ നിറയ്ക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും.
നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തിയാട്ടെ, ദൈവസന്നിധിയിൽ സ്തുതിച്ചാട്ടെ. ഈ നിമിഷം തന്നെ കാണുക, വിശ്വാസത്താൽ പറയുക, സ്വർഗത്തിലെ ദൈവം അത് നിങ്ങൾക്ക് സ്വന്തമാക്കി തരുവാൻ ശക്തനാണ്. ദൈവം നിങ്ങളുടെ മുമ്പിൽ അത് തുറക്കും. അത്ഭുതമാക്കി ദൈവം നിങ്ങളെ അത് മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.